എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു പാകിസ്ഥാനി റെസിപ്പിയുമായിട്ടാണ്. ചിക്കൻ കരാഹി എന്നാണ് ഈ റെസിപ്പിയുടെ പേര്. നമ്മുടെ ചിക്കൻ കടായിയുടെ ഒരു ഏകദേശം അതേപോലെയൊക്കെ ഉള്ളൊരു റെസിപ്പിയാണ്. എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു തന്നിട്ടുള്ളതാണ്. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനും പറ്റും, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കരാഹി ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ എപ്പോഴും പറയുന്നത് പോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും, അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതിന് വേണ്ടി ഏകദേശം ഒരു 500 ഗ്രാം ചിക്കനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ളതാണ്. ഇനി ഒരു പാത്രം സ്റ്റൗവിൽ വെച്ച് ചൂടാക്കി എടുത്തതിന് ശേഷം അതിലേക്കൊരു 3 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുള്ള ചിക്കന് ഓരോ പീസുകളായിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാ പീസും പാത്രത്തിൽ നിരത്തി വെച്ച് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കാര്യങ്ങൾ ചേർത്ത് കൊടുക്കുകയും വേണം. അപ്പോൾ എല്ലാ പീസും ഇങ്ങനെ ഒന്ന് നിരത്തി വെച്ച് കൊടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ ഉപ്പാണ് ചേർത്തെടുക്കുന്നത്. ചിക്കനിലേക്ക് ആവശ്യമായ കുറച്ച് ഉപ്പ് ചേർത്തെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടി, ഒരു അര ടീസ്പൂണ് കുരുമുളക് പൊടി, അര ടീസ്പൂണോളം തന്നെ മഞ്ഞൾപ്പൊടി. ഇത്രയും കാര്യങ്ങളാണ് ഇപ്പോൾ ചേർത്തെടുക്കുന്നത്. അതിന് ശേഷം നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കണം. മസാലയൊക്കെ ചിക്കനിലൊന്ന് പിടിക്കണം. അതിന് ശേഷമാണ് ഫ്രൈ ചെയ്യുന്നത്. ചിക്കൻ ഒരു 1/4 ഭാഗത്തോളം ഫ്രൈ ചെയ്ത് തന്നെ വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ബാക്കി മസാലയിൽ കിടന്ന് വെന്തോളം. അപ്പോൾ ഒരു 5-6 മിനിറ്റ് കൊണ്ടൊക്കെ അത് വെന്ത് കിട്ടും. 2 ഭാഗവും തിരിച്ചു മറിച്ചിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ചിക്കനൊന്ന് മൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. മൂടി വെച്ച് ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഫ്രൈ ആവുകയും ചെയ്യും. അതുപോലെ തന്നെ ചിക്കൻ നല്ല സോഫ്റ്റായി കിട്ടുകയും ചെയ്യും. അപ്പോൾ ഒന്ന് മൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ചിക്കൻ ഏകദേശമൊക്കെ ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് എണ്ണയിൽ നിന്നും കോരി മാറ്റാണ് ചെയ്യുന്നത്. ഇത് മുഴുവനായിട്ടും മറ്റൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ചിക്കനൊക്കെ എണ്ണയിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2 മീഡിയം സൈസിലുള്ള സവാള ചേർത്തെടുക്കുന്നുണ്ട്. സവാള ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. ഒരു 3-4 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് നന്നായി വഴറ്റിയെടുക്കണം. ഇത് ഉള്ളി നന്നായി വഴന്ന് വന്നാലാണ് ഇതിൻ്റെ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ സാവധാനം ഇത് ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ സവാള നല്ലതുപോലെ സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്തെടുക്കുന്നത്. അത് ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി ഇതിൻ്റെ പച്ച ടേസ്റ്റ് മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കണം. അതിനുശേഷം മസാലപ്പൊടികൾ ചേർത്തെടുക്കാനുണ്ട്. അര ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി, അതുപോലെ തന്നെ അര ടീസ്പൂണോളം കുരുമുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്. ഇവയൊക്കെ നമ്മൾ ചിക്കനിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നാലും മസാലേൻ്റെ ആവശ്യത്തിലേക്ക് മസാലയിലേക്കുള്ളതാണ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അത് 3 ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കിയെടുക്കണം. അതുപോലെ തന്നെ കുറച്ച് വെള്ളം ചേർക്കുന്നുണ്ട്. ഈ മസാലപ്പൊടികൾ കൂടെ തന്നെ കുറച്ച് ഗരം മസാല കൂടി ചേർക്കേണ്ടതാണ്. ഞാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു, പിന്നീട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി വെള്ളമൊഴിച്ച് നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് എടുത്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ട് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഞാൻ ഈ സമയത്താണ് ഗരം മസാല ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരു വലിയ തക്കാളി കൂടി ചേർത്ത് കൊടുത്ത് നന്നായി ഒന്നുകൂടി ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഇനി കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു 8-10 മിനിറ്റൊക്കെ ഒന്ന് ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഈ മസാലയൊക്കെ ചിക്കനിലേക്ക് പിടിച്ച് നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഒന്ന് മൂടി വെച്ചെടുക്കാം. എൻ്റെ ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി ഓപ്പണാക്കി ഇളക്കി കൊടുക്കാവുന്നതാണ്. ഏകദേശം ഇതിൻ്റെ വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്.
ഒരു 10 മിനിറ്റിന് ശേഷം തുറന്ന് നോക്കുമ്പോൾ നമ്മുടെ ചിക്കനൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അവസാനമായി ഇതിലേക്ക് കുറച്ച് ഇഞ്ചി നീളത്തിലരിഞ്ഞതും കുറച്ച് മാത്രം മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. വീണ്ടും ഒന്ന് മിക്സാക്കി കൊടുക്കുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കരാഹി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. പൊറോട്ടയുടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ വീണ്ടും നല്ല വീഡിയോസുമായി കാണാം. താങ്ക്